പുലയരെല്ലാരും കൂടി ചേരമരായാലെന്താ പുലയന്റെ പുല ഈ കേരളത്തിൽ ഇതിനൊരു ശുഭം വരുമോ? പറയരെല്ലാരും കൂടി സാമ്പവരായാലെന്താ പറയന്റെ പഴി മാറുമോ? ഈ ധര തന്നിൽ ഇതിനൊരു പട്ടികജാതിക്കാര്. ഞാൻ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എന്റെ പ്രിയപ്പെട്ട കാഴ്ചക്കാരോട് ഒരു കാര്യം ചോദിക്കാം. നിങ്ങൾ ഈ വേടൻ പറയുന്നതിനോട്, വേടൻ പാടുന്നതിനോടുള്ള നിങ്ങളുടെ നിലപാട് എന്താണ്? എനിക്ക് വേടനോട് പറയാൻ ഒന്നേ ഉള്ളൂ, ഈ നാട്ടിൽ ചീഞ്ഞ വർഗീയത ഇറക്കരുത്. ഏതു വർഗീയതയും അപകടമാണ്. അതിപ്പം സവർണ വർഗീയതയായാലും അവർണ വർഗീയതയായാലും ഭൂരിപക്ഷ വർഗീയതയായാലും ന്യൂനപക്ഷ വർഗീയതയായാലും ഏത് വർഗീയതയായാലും ആ വർഗീയതയെ ചവിറ്റുകുട്ടയിലേക്ക് എറിയേണ്ടത് തന്നെയാണ്. നിങ്ങൾ പറയുന്ന വർഗീയതയാണെങ്കിൽ അതും ഞങ്ങൾ ചോദിച്ചു. നാളെ ഒരു സവർണൻ പറയുന്ന വർഗീയതയാണെങ്കിൽ അതും ഞങ്ങൾ ചോദ്യം ചെയ്യപ്പെടും. ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ, ഒരു പാട്ടുകാരൻ എന്നുള്ള നിലയിൽ, ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ഒരു റാപ്പർ എന്നുള്ള നിലയിൽ നിങ്ങളെ ഞങ്ങൾ ബഹുമാനിക്കുന്നുണ്ട്, നിങ്ങളെ ഞങ്ങൾ ഹൃദയത്തിലേറ്റുന്നുണ്ട്, നിങ്ങൾക്ക് ആവശ്യത്തിലും അധികം റെസ്പെക്ട് ഞങ്ങൾ തരുന്നുണ്ട്. നിങ്ങൾ കാണിച്ചു കൂട്ടിയ കാര്യങ്ങളെല്ലാം മറന്ന് നിങ്ങൾക്ക് ഞങ്ങൾ ബഹുമാനം തരുന്നുണ്ട്, നിങ്ങളെ ഞങ്ങൾ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ ആ സ്നേഹം മുതലെടുത്തുകൊണ്ട്, ആ റെസ്പെക്ട് മുതലെടുത്തുകൊണ്ട് ഈ നാട്ടിൽ വർഗീയതയുടെ വിത്ത് പാകാനാണ് വേടൻ എന്ന് പറയുന്ന കലാകാരൻ ശ്രമിക്കുന്നതെങ്കിൽ അത് അപകടത്തിലേക്കാണ് പോക്ക് എന്നുള്ള കാര്യം പറയാനായിട്ട് യാതൊരുവിധ മടിയുമില്ല എന്ന് ആദ്യം തന്നെ പറയാം. ഇവിടെ ഒരു അനാവശ്യ വർഗീയതയാണ് വേടൻ പറയാൻ ശ്രമിക്കുന്നത്. വേടൻ എന്ന് പറയുന്ന കലാകാരനെ കേരളത്തിൽ എല്ലാവരും പിന്തുണയ്ക്കുന്നുണ്ട്. ഞാനും നിങ്ങളും അടക്കമുള്ള എല്ലാവരും വേടൻ എന്ന് പറയുന്ന കലാകാരനെ പിന്തുണയ്ക്കുന്നുണ്ട്. ഈ പിന്തുണയ്ക്കുന്ന വേടന്റെ ജാതി നോക്കിയിട്ടല്ല, വേടന്റെ മതം നോക്കിയിട്ടല്ല, വേടന്റെ രാഷ്ട്രീയ നിലപാടുകൾ നോക്കിയിട്ടല്ല. വേടനെ സ്നേഹിക്കുന്നത് വേടൻ എന്ന് പറയുന്ന കലാകാരനെയാണ്, വേടൻ എന്ന് പറയുന്ന റാപ്പറെയാണ്, നടന്നു വന്ന വഴികളെ അല്ലെങ്കിൽ വേടൻ എന്ന് പറയുന്ന വ്യക്തി സാഹചര്യങ്ങളോട് നടത്തിയ പോരാട്ടങ്ങളെയാണ് ഞങ്ങളെല്ലാം റെസ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ വേടൻ നിലവിൽ കളിക്കുന്ന കളി അനാവശ്യമായിട്ട് കേരളത്തിന്റെ മണ്ണിൽ വർഗീയത പാകുവാനായിട്ട് വേടൻ നോക്കുന്നുണ്ട് എന്ന് പറയാനായിട്ട് യാതൊരുവിധ മടിയുമില്ല. ഈ വർഗീയതയും എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. കേരളത്തിൽ ഞാൻ ഇപ്പോഴും നിങ്ങളോട് പറയാം, കേരളത്തിൽ ഇങ്ങനെ ഒരു വലിയ വർഗീയത അല്ലെങ്കിൽ വലിയൊരു അസമത്വം നിലവിലുണ്ട് എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഇപ്പോഴും പറയാം, അത്തരത്തിൽ വലിയൊരു അസമത്വം കേരളത്തിന്റെ മണ്ണിൽ നിലനിൽക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നില്ല. വേടനെ സപ്പോർട്ട് ചെയ്യുന്ന ആരെങ്കിലും ഒക്കെ എന്റെ ഈ വീഡിയോയ്ക്കിടയിൽ വന്ന് കമന്റ് ഇടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്നെ മോശമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അവരോട് കാര്യം, വേടനെ ഇവിടുത്തെ ഭരണകൂടത്തെ വിമർശിക്കാൻ അവകാശമുള്ള പോലെ തന്നെ ഇവിടുത്തെ സാധാരണക്കാർക്ക് വേടനെയും ക്രിട്ടിസൈസ് ചെയ്യാനായിട്ടുള്ള അവകാശമുണ്ട്. നിങ്ങൾ ഒരു ക്ലിപ്പ് കൂടെ കണ്ടു നോക്കുക. കേരളത്തിലെ ജാതി സമൂഹം മഹാവീരൻ അയ്യങ്കാളിയെയും ബാബാ സാഹേബ് അംബേദ്കറിനെയും ജാതിവാദിയായിട്ടും ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ജാതിയുടെ മാത്രം നേതാവാക്കി മാത്രം ആഘോഷിക്കപ്പെടുന്ന ഈ ഒരു സമൂഹത്തില് എന്റെ പൊന്നു സുഹൃത്തെ, ഇവിടെ ആർക്കും അല്ലെങ്കിൽ ഒരു അയ്യങ്കാളിയോ ഒന്നും ഒരു സമുദായത്തിന്റെ ആയിട്ട് ആരും എഴുതി തന്നിട്ടില്ല. നമ്മളെല്ലാവരും അയ്യങ്കാളിയെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ ഈ മഹാന്മാരായിട്ടുള്ള എല്ലാവരെയും നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ദ്രൗപദി മുർമുവിന്റെ സ്ഥാനം നമ്മുടെ ഹൃദയത്തിലാണ്. നിങ്ങൾ അനാവശ്യമായിട്ട് ഈ മണ്ണിൽ വർഗീയത പറയുവാനായി ശ്രമിക്കരുത്. നിങ്ങൾ ഈ മണ്ണിൽ വിഭജനം ഉണ്ടാക്കുവാനായി ശ്രമിക്കരുത്. നിങ്ങൾ കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടു, ദളിത് വിഭാഗത്തിൽപ്പെട്ടവർക്ക് പഠിക്കാനായിട്ടുള്ള ബുദ്ധി. എത്ര സ്മാർട്ടായിട്ടുള്ള വ്യക്തികളുണ്ട്. എല്ലാ സമുദായത്തിലും പെട്ട കുറേ പേർക്ക് പഠിക്കാൻ കഴിവുള്ളവരും പഠിക്കാൻ കഴിവില്ലാത്തവരും അല്ലെങ്കിൽ വിവിധ മേഖലയിൽ കഴിവുള്ളവരും ഒക്കെ ഉണ്ട്. വേണം നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അവസരം നിങ്ങളെ ഇവിടെ മലയാളികൾ വളർത്തിയെടുക്കുമ്പോൾ, നിങ്ങളെ മലയാളികൾ നാളെയുടെ കലാകാരനായിട്ട് കാണുമ്പോൾ ആ അവസരം മുതലെടുക്കാനായിട്ട് നോക്കരുത്. ഇവിടെ അനാവശ്യ വർഗീയത പറയാൻ നോക്കരുത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം എനിക്ക് പറയാനുള്ള കേരള ഗവൺമെന്റിനോട്, വേടൻ എന്ന് പറയുന്ന വ്യക്തി ഒരു കഞ്ചാവ് കേസിൽ പിടിക്കപ്പെട്ട പ്രതിയാണെന്നും അല്ലെങ്കിൽ ഈ ലഹരി ഉപയോഗിച്ചതും പിടിക്കപ്പെട്ട പ്രതിയാണെന്ന് പറയും. നിങ്ങൾ ഈ വേടനെ പൊക്കി പിടിച്ചുകൊണ്ട് കേരളത്തിൽ എമ്പാടും നടക്കുന്നതിന് മുമ്പ് വേടൻ കഞ്ചാവ് ഉപയോഗിക്കുന്നില്ല എന്ന്, വേടൻ ലഹരി ഉപയോഗിക്കുന്നില്ല എന്ന് നിങ്ങൾ ആദ്യം തെളിയിക്കുക. ഒരു 3 മാസത്തെ സമയം കൊടുക്കും. ഓക്കെ, വേടനെ ഇപ്പം പിടിച്ചിട്ട് എനിക്ക് 1-2 മാസമായില്ലേ, 3 മാസം കഴിയട്ടെ, അദ്ദേഹത്തിന്റെ രക്തത്തിലേക്ക് ഈ പറയുന്ന ലഹരിയുടെ അംശമെല്ലാം പോകട്ടെ, എന്നിട്ടൊന്ന് പരിശോധിക്കണം കഴിഞ്ഞ 3 മാസത്തിനിടെ അയാൾ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന്, ഈ കേസിന് ശേഷം അയാൾ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന്. പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് നടക്കുന്നതിന് മുമ്പ്, ഒരു റോൾ മോഡലാക്കി സെറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതിന് മുമ്പ് അയാൾ ആ ഉപയോഗം നിർത്തിയൊന്നും കൂടെ പരിശോധിക്കാനുള്ള മാന്യതയും മര്യാദയും കേരളത്തിലെ ഗവൺമെന്റ് കാണിക്കണം. ആ കാര്യത്തിൽ ഒരു മാറ്റവും ഇല്ല. പക്ഷെ ഇതിലെല്ലാം ഉപരി വേടന്റെ പേഴ്സണൽ ലൈഫ് എങ്ങനെയായെങ്കിലും ആയിക്കോട്ടെ, വേടൻ തെറ്റിയുന്നുണ്ടെ പോലീസ് പിടിച്ചോട്ടെ. പക്ഷെ ഈ മണ്ണിൽ കേരളത്തിന്റെ മണ്ണിൽ വർഗീയത പറയാനായിട്ട് ശ്രമിക്കരുത്. ഇത്തരത്തിലുള്ള വിഭജനം സൃഷ്ടിക്കുന്ന വാക്കുകളും വരികളുമായിട്ട് പോരാതിരിക്കാം. നിങ്ങൾ ഭരണകൂടത്തെ വിമർശിച്ചോളൂ. നിങ്ങൾ വേണമെങ്കിൽ ഈ പറയുന്ന നരേന്ദ്രമോദിയുടെ ഭരണകൂടത്തെ വിമർശിച്ചോളൂ, നിങ്ങൾ പിണറായി വിജയന്റെ ഭരണകൂടത്തെ വിമർശിച്ചോളൂ, നിങ്ങൾ സിദ്ധരാമയ്യയുടെ ഭരണകൂടത്തെ വിമർശിച്ചോളൂ, നിങ്ങൾ മമതാ ബാനർജിയുടെ ഭരണകൂടത്തെ വിമർശിച്ചോളൂ, നിങ്ങൾ എല്ലാ ഭരണകൂടത്തെയും വിമർശിച്ചോളൂ, വി.ഡി. സതീശനെ വിമർശിച്ചോളൂ, ആരെ വേണമെങ്കിൽ നിങ്ങൾ വിമർശിച്ചു. ഇതൊന്നും ഇവിടെ ആർക്കും കുഴപ്പമുള്ള കേസല്ല. പക്ഷേ അനാവശ്യമായിട്ട്
ഇവിടെ ജനങ്ങളെ വിഭജിക്കുന്ന വൃത്തികെട്ട ജാതി രാഷ്ട്രീയമായി പറഞ്ഞുകൊണ്ട് പോരരുത്. ഇവിടുത്തെ ജനങ്ങളെ തമ്മിൽ തല്ലിക്കരുത്. ഇവിടുത്തെ ജനങ്ങളുടെ ഇടയിൽ ഒരു സ്പ്ലിറ്റ് ഉണ്ടാക്കരുത്. നിങ്ങളെ സ്നേഹിച്ചവരാണ്, പക്ഷെ മലയാളികൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. എടുത്ത് പൊക്കി വെക്കാൻ അറിയാമെങ്കിൽ മലയാളികൾക്ക് എടുത്ത് താടിയിടാനും അറിയാമെന്ന് വേടൻ വർഗീയതയുമായിട്ട് കേരളത്തിന്റെ മണ്ണിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഓർക്കുന്നത് നല്ലതാണ്. അങ്ങനെ ചരിത്രമുള്ള ഒരുപാട് പേരുണ്ട്. മലയാളി എടുത്തു വെച്ചിട്ട് വൃത്തികേട് കാണിക്കുമ്പോൾ മലയാളി പട്ടക്കേന്ന് താഴോട്ടിടും. ആ കാര്യത്തിൽ ഒരു മയവും മലയാളിക്കില്ല. ഇന്നലെ വരെ പൊക്കി വെച്ചതാണോ, ഇന്നലെ വരെ ഹൃദയത്തിലാണോ ഒന്നും മലയാളി എടുത്ത് താഴോട്ടിടുമ്പോൾ ഓർക്കത്തില്ല. അത് വേടൻ മനസ്സിൽ വെച്ചോളൂ. വേടന്റെ മനസ്സിലത് ഇരിക്കുന്നത് നല്ലതാണ്.